അക്ഷരം നക്ഷത്രമാണതഗ്നിയാണാത്മാവിന് ഭക്ഷണമാണെന്നോർത്ത് പുസ്തകം തുറക്കുന്നു. അക്ഷരലോകം സ്നേഹദർശനം സാഹോദര്യം സത്യസൗന്ദര്യം നമ്മെ വിണ്ണിലേക്കുയർത്തുന്നു. നമസ്കാരം. അക്ഷരലോകത്തിലേക്ക് സ്വാഗതം. അക്ഷരലോകത്തിൻ്റെ 25ാമത്തെ എപ്പിസോഡാണ് ഇത്. മലയാള ചാനൽ ചരിത്രത്തിൽ ഇങ്ങനൊരു സാഹിത്യ സാംസ്കാരിക പരിപാടി 25 എപ്പിസോഡുകളിൽ എത്തി നിൽക്കുന്നത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം. വളരെ ഗൗരവമുള്ള സാഹിത്യ സാംസ്കാരിക പരിപാടികൾക്ക് ലോകമെമ്പാടും മലയാളി പ്രേക്ഷകർ ഉണ്ട് എന്ന് ഈ അക്ഷരലോകത്തിൻ്റെ വിജയം സൂചിപ്പിക്കുന്നു. അക്ഷരലോകത്തിൻ്റെ ഈ 25ാം എപ്പിസോഡിൽ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കലക്ടറും പ്രശസ്ത സാഹിത്യകാരനുമായ കെ വി മോഹൻകുമാറാണ്. അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട പുസ്തകത്തിന്റെ രചനാനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നു. എൻ്റെ 12 പുസ്തകങ്ങളാണ് ഇതുവരെ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 13ാമത്തെ പുസ്തകം പ്രണയത്തിൻ്റെ മൂന്നാം കണ്ണ് എന്ന നോവൽ ഈയിടയ്ക്ക് മലയാളം വാരികയിൽ സമാഹരിച്ചു കഴിഞ്ഞ് ഇപ്പം DC ബുക്സ് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുകയാണ്. അത് ജൂലൈയിൽ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതുവരെ പ്രസിദ്ധീകരിച്ച 12 പുസ്തകങ്ങളിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം എന്ന് പറയുന്നത് ശ്രാദ്ധശേഷമാണ്. എൻ്റെ ആദ്യത്തെ നോവലാണ്. അത് 1992 ഞാൻ എഴുതിയത്. അന്ന് ഞാൻ പാലക്കാട് മനോരമയുടെ ജില്ലാ കറസ്പോണ്ടൻ്റായിട്ട് ജോലി ചെയ്തു വരുന്ന സമയത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു പാലക്കാടൻ പശ്ചാത്തലം ആ നോവലിൽ ഉണ്ട്. എൻ്റെ നാടിൻ്റെ പശ്ചാത്തലമുണ്ട്. അങ്ങനെ 2 ഇടങ്ങളിലായിട്ട് ആണ് കഥ വികസിക്കുന്നത്. കലാകൗമുദിയിലാണ് ഈ നോവൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. ഒരുപാട് ആസ്വാദനങ്ങളും ഒരുപാട് അഭിനന്ദന കത്തുകളൊക്കെ കിട്ടിയിരുന്നു. ഡോക്ടർ MM ബഷീർ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശസ്തരായ നിരൂപകർ ആ നോവലിനെക്കുറിച്ച് ധാരാളം എഴുതുകയുണ്ടായി. അങ്ങനെ നല്ലൊരു പ്രോത്സാഹനം ആ നോവലിന് കിട്ടിയായിരുന്നു. ആ നോവലിൻ്റെ ഒരു പ്രത്യേകത എൻ്റെ ഒരു ആത്മാംശം ഒരു പരിധിവരെ ആ നോവലിനകത്തുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു മിത്തിനെ ആസ്പദമാക്കിയാണ് ആ നോവലിൻ്റെ കഥ ഇങ്ങനെ വികസിക്കുന്നതും. മാഴൂർ തണ്ടാൻ എന്നൊരു മിത്തുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ആ മിത്ത് ഈ കഥയിലൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് തന്നെ വരുന്നുണ്ട്. ശ്രാദ്ധശേഷം ഇപ്പോൾ അത് സിനിമയാകാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സ്ക്രിപ്റ്റ് പൂർത്തിയായി കഴിഞ്ഞു. പ്രശസ്ത സംവിധായകൻ ശ്രീ VK പ്രകാശ് ആണത് എൻ്റെ ചലച്ചിത്ര ആവിഷ്കാരം നിർവഹിക്കാനായിട്ട് പോകുന്നത്. ഈ നോവൽ ഇതിനകം ഒരു 5 എഡിഷനായി കഴിഞ്ഞു. മലയാളത്തിലെ വായനക്കാർ അത്രത്തോളം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷ സൂചകമായ ഒരു തെളിവാണത്. ശ്രാദ്ധശേഷത്തിൻ്റെ കഥ എന്ന് പറയുമ്പോഴേ ഒരു 18 വർഷം കഴിഞ്ഞ് അപർണ എന്ന ഒരു പെൺകുട്ടി ഒരിക്കലും വീട് വിട്ട് ഇറങ്ങിപ്പോയതാണ്. അവൾ വീട് വിട്ട് ഇറങ്ങിപ്പോയി 18 വർഷം കഴിഞ്ഞ് അപർണ അവളുടെ തറവാട്ടിലേക്ക് ഒരു ആൾമാറാട്ടക്കാരിയായിട്ട് തിരിച്ചു വരുന്നതാണ് നോവലിൻ്റെ പ്രമേയം. ഒരു പ്രത്യേക ഘട്ടത്തിൽ വീട്ടിൽ നിന്ന് മരണത്തിലേക്ക് പോയ കഥാപാത്രമാണ് അപർണ എന്ന ഉണ്ണിക്കിടാത്തി. പക്ഷേ അവിചാരിതമായിട്ട് അവൾ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നു. അങ്ങനെ അവളുടെ ഒരുപാട് അവിചാരിതമായ മുഹൂർത്തങ്ങളിലൂടെ അവൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വരുന്നു. ഒടുവിൽ അവൾ സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചു വരുന്നതും തറവാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അവൾ അറിയാതെ തന്നെ അവിടെ 2 താവഴികൾക്കിടയിലൂടെ ഒരു അന്തർധാരയായിട്ട് ഒഴുകിയിരുന്ന പകയുടെ സ്ഫുരണങ്ങൾ അവിടെ കഥയുടെ ചില സംഭവങ്ങളായിട്ട് മാറുകയാണ്. അപർണ ഒരു സാധാരണ ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിയായിരുന്നു. അമ്മയുടെ മരണം കഴിഞ്ഞ് അമ്മയുടെ ചിതാഭസ്മം അടങ്ങിയ മൺകുടവുമായിട്ട് അവൾ തിരുനാവായിലേക്ക് ട്രെയിൻ കയറി യാത്രയാവുകയാണ്. അത് അവൾക്ക് 17-18 വയസ്സ് പ്രായമുണ്ടാവും. പക്ഷേ തിരുനാവായിൽ ചെന്നിട്ട് അമ്മയുടെ ചിതാഭസ്മം പുഴയിലൊഴുക്കി നിളയിലേക്ക് ഒഴുക്കിയിട്ട് നിളയിലേക്ക് തന്നെ ജീവിതം സമർപ്പിക്കുകയായിരുന്നു അവളുടെ ഉദ്ദേശം. പക്ഷേ നിളയിലിങ്ങനെ മുങ്ങി താഴുന്നതിനിടയ്ക്ക് അവളെ ഒരു മാതാജി ഒരു യോഗിനി അവളുടെ ഉദ്ദേശം മനസ്സിലാക്കി അവളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ്. അതിനുശേഷം അവൾക്കൊരു 2ാം ജീവിതം ആരംഭിക്കുകയാണ്. ഈ 2ാം ജീവിതം എന്ന് പറയുമ്പോൾ അവളുടെ പഠനം പിന്നെ പൂർത്തിയാക്കുന്നു. അതിനുശേഷം ആത്മാനന്ദൻ്റെ മിഷനിൽ വേദഗണിതത്തിലെ അധ്യാപികയായിട്ട് അവൾ ജോലിക്കെത്തുന്നു. അവിടെ വെച്ച് വളരെ ആകസ്മികമായ ചില സംഭവങ്ങൾ അവളുടെ ജീവിതത്തിൽ
ഉണ്ടാവുന്നു. ഒരു ആത്മാനന്ദൻ വളരെ വയോധികനായിട്ടുള്ളൊരു യോഗിയാണ്. ജീവിതം മുഴുവൻ ഒരു നിത്യബ്രഹ്മചാരിയായിട്ട് കഴിഞ്ഞ ഒരു യോഗിയാണ്. ആത്മാനന്ദൻ ഒരു ദിവസം പെട്ടെന്ന് ശയ്യാവലംബിയായിട്ട് മാറുകയാണ്. അപ്പം ഇവൾ ആത്മാനന്ദനെ കാണാനായിട്ട് ആത്മാനന്ദൻ്റെ മുറിയിലേക്ക്, ആകാശത്തേക്ക് മേൽക്കൂരകൾ തുറന്ന് ആത്മാനന്ദൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. രാത്രിയിൽ നിറയെ നക്ഷത്രങ്ങളിങ്ങനെ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്നത് കാണാമായിരുന്നു. നക്ഷത്രങ്ങളെ സാക്ഷിയായിക്കൊണ്ട് മരണത്തെ അഭിമുഖീകരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ പോലും ആത്മാനന്ദൻ എന്ന യോഗി, സന്യാസി, വൃദ്ധനായ സന്യാസി, അയാളുടെ ഒരു യുവത്വത്തിൻ്റെ ഊർജം ആവാഹിച്ചെടുത്ത് അപർണയെ പ്രാപിക്കുകയാണ്. അതിന് ആത്മാനന്ദൻ കണ്ടെത്തുന്ന ന്യായം, ജീവിതം മുഴുവൻ ഒരു ബ്രഹ്മചാരിയായിട്ട് ജീവിച്ച് എന്താണ് ജീവിതമെന്ന് അറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷേ ഈ മരണത്തോടടുക്കുന്ന ഈ നിമിഷത്തിൽ, ബ്രഹ്മധ്യാനത്തിൻ്റെ ഈ മുഹൂർത്തത്തിൽ അതൊരു അപൂർണതയായിട്ട് എന്നെ അവശേഷിക്കുകയാണ്. ഈ അപൂർണതയുമായിട്ട് എനിക്കൊരിക്കലും ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകാനാവില്ല. എൻ്റെ ബ്രഹ്മത്തെ പ്രാപിക്കാനുള്ള എൻ്റെ ശ്രമം നിഷ്ഫലമായി പോകും എന്ന് പറഞ്ഞ് ആത്മാനന്ദൻ ആ ഒരു പ്രത്യേക ഒരു മുഹൂർത്തത്തിൽ അപർണയെ അവളുടെ എതിർപ്പുകളൊന്നും വകവയ്ക്കാതെ അവളെ പ്രാപിക്കുകയാണ്. അവൾ നിസ്സംഗയായിട്ട്, നിസ്തേജയായിട്ട് അതിന് വിധേയമായി കൊടുക്കേണ്ടി വരികയാണ്. അത് രവീന്ദ്ര സംഗീതത്തിൻ്റെ സ്ഥായിയിലാണ് സംഭവിക്കുന്നത്. ഈ സംഭവം കഴിഞ്ഞ് അടുത്ത നിമിഷം സംഭവിക്കുന്നത്, അതായത് നേരം വെളുത്ത് ഇവൾ നോക്കുമ്പം ആകാശത്തിങ്ങനെ ബൃഹസ്പതി ഉറ്റുനോക്കുന്നതായിട്ട് അവൾ കാണുന്നുണ്ട്. അതേസമയം ആത്മാനന്ദൻ ആട്ടുകെട്ടിൽ നിന്നും നിഷ്കാസിതനായിട്ട് താഴെ തറയിൽ ഒരു ജഡമായിട്ട് ആത്മാനന്ദൻ അവശേഷിച്ചിരുന്നു. ഒരു പറ്റം സൗന്ദര്യ ഉറുമ്പുകൾ ഇങ്ങനെ ആത്മാനന്ദനെ വലം വയ്ക്കുന്നതായിട്ട് അവൾ കാണുകയാണ്. അതായത് ആ ബ്രഹ്മധ്യാനത്തിൻ്റെ മുഹൂർത്തത്തിൽ ജീവിതത്തിൽ അപൂർണമായിട്ട് പോയതെന്തോ അത് സാക്ഷാത്കരിച്ചതോടെ ആത്മാനന്ദൻ ജീവൻ വെടിയുകയാണ്. ആ സന്യാസിയുടെ ജഡം അവിടെ ഉപേക്ഷിച്ചിട്ട് അപർണ വീണ്ടും അവളുടെ യാത്ര തുടരുകയാണ്. പിന്നെ അവൾ നേരെ പോകുന്നത് ബ്രഹ്മഗിരിയിലേക്കാണ്. ബ്രഹ്മഗിരിയിലെ കാടുകളിലൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് എവിടേക്കെന്നറിയാതെ അവളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ബ്രഹ്മഗിരിയിലെ കാടുകളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം ഒരു പക്ഷി നിരീക്ഷകനെ അവിചാരിതമായിട്ട് അപർണ കണ്ടെത്തുന്നു. അയാളെ ജന്മങ്ങളോളം അവളെ പരിചയമുള്ള പോലെ അവളെ ഒരുമിച്ച് യാത്ര ചെയ്യാനായിട്ട് ക്ഷണിക്കുകയാണ്. അങ്ങനെ അയാൾ ഒരുമിച്ച് ഒരു കാതകലത്തിൽ ഒളിഞ്ഞിരുന്ന് പാടുന്നൊരു പക്ഷിയെ തേടി ഈ പക്ഷി നിരീക്ഷകനും ഒരുമിച്ച് അപർണ ബ്രഹ്മഗിരിയിലെ കാടുകളിലൂടെ ഇങ്ങനെ അയാളെ അനുധാവനം ചെയ്യുകയാണ്. അങ്ങനെ ഒടുവിൽ പെട്ടെന്ന് ഒരു ദിവസം അയാൾക്ക് ആൻഡമാൻസ് കാടുകളിലേക്കും ആസാം കാടുകളിലേക്കും യാത്ര തിരിക്കേണ്ട ഒരു മുഹൂർത്തത്തിൽ തിരുനെല്ലിയിലെ ക്ഷേത്രത്തോട് ചേർന്നൊരു ലോഡ്ജിൽ അവർ മുറിയെടുക്കുന്നു. അവിടെ വെച്ച് അവരുടെ ജീവിതത്തിൽ വീണ്ടും രണ്ടാമതൊരു പൊരുൾ അറിയുകയാണ്. ആ പൊരുൾ എന്ന് പറയുന്നത്, ഒരു ദിവസം ഈ പക്ഷി നിരീക്ഷകൻ അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും, ഒരുമിച്ചൊരു ജീവിതത്തിനായിട്ട് അയാൾ തിരിച്ചു വരും എന്നുള്ളൊരു അയാളുടെ പ്രഖ്യാപനമാണ്. അപ്പോൾ അവളുടെ ജീവിതത്തിലൊരു പുതിയൊരു പ്രത്യാശയുടെ നാമ്പിങ്ങനെ മുളയ്ക്കുകയാണ്. അതിനുശേഷം അയാൾ യാത്രയാവുന്നു. പിന്നെ അപർണ ഒരു ജേർണലിസ്റ്റായിട്ട് മാറുകയാണ്. കുറച്ചു കാലം അവളൊരു ജേർണലിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. ജേർണലിസത്തിൽ അവൾ നേരിടുന്ന ഒരുപാട് വിപര്യങ്ങളുണ്ട്. ഒരു വളരെ സമർപ്പിതമായിട്ട് പത്രപ്രവർത്തനത്തിലേക്ക് വന്ന അപർണയ്ക്ക് പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില കമ്പോള താല്പര്യങ്ങൾ അതിന് വിധേയമാവേണ്ടി വരുന്നു. ആ ഒരു ഘട്ടത്തിൽ പ്ലാച്ചിമടയിലൊക്കെ സംഭവിച്ചതുപോലുള്ളൊരു വലിയൊരു ജലചൂഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജനപക്ഷത്ത് നിന്ന് അപർണ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ കമ്പനി ഒരു വ്യാപാര ലോബിയുടെ ഭാഗത്തായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ അപർണ പത്രപ്രവർത്തനത്തിൽ പോലും നിരാശതയായിട്ട് അപർണ ആ രംഗം വിടുകയാണ്. ഓഫീസിൽ നിന്ന് രാജി എഴുതി കൊടുത്ത് അപർണ അവിടുന്ന് പോവുകയാണ്. പിന്നെ അവൾക്ക് എവിടേക്ക് പോകണമെന്ന് അറിയാത്തൊരു യാത്രയിൽ അവിചാരിതമായിട്ട് അവൾ എത്തിച്ചേരുന്നത് അവളുടെ സ്വന്തം തറവാട്ടിലാണ്. സ്വന്തം തറവാട്ടിൽ അവൾ എത്തിച്ചേരുമ്പോൾ അവൾ ഒരു ആൾമാറാട്ടക്കാരിയായിട്ടാണ് എത്തിച്ചേരുന്നത്. അവിടെ ഒരുപാട് വേദഗണിതത്തെക്കുറിച്ചുള്ള ഒരുപാട് പഴയകാല ഗ്രന്ഥങ്ങളും ഓരോ സമുച്ചയങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതെല്ലാം പഠിക്കാനായിട്ട് ഒരു ആൾമാറാട്ടക്കാരിയായിട്ടാണ് ഇവൾ തിരിച്ച് തറവാട്ടിലെത്തുന്നത്. കാര്യം തറവാട്ടിൽ ഇവൾ എത്തുമ്പോഴത്തേക്കും ഇവളെ തിരിച്ചറിയാവുന്നവരായിട്ട് ആരും തന്നെ തറവാട്ടിൽ അവശേഷിക്കുന്നില്ല. അപർണ അമ്മയുടെ ചിതാഭസ്മവുമായിട്ട് വീട് വിട്ട് ഇറങ്ങി പോകുമ്പോൾ അവൾക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു, ദുർഗ. അവൾ തിരിച്ചെത്തുമ്പോഴാണ് അറിയുന്നത് അവളുടെ ചേച്ചി ദുർഗ കാവിൽ വെച്ച് സർപ്പദംശമേറ്റ് കുറച്ച് മുമ്പ് തന്നെ മരണപ്പെട്ടു. പിന്നെ അവളെ തിരിച്ചറിയാൻ ആരുമില്ല. പിന്നെ വളരെ പ്രായം ചെന്നൊരു അമ്മാവനാണ്, അങ്ങേർക്ക് കാഴ്ച പോലും ശരിക്കില്ല. അവിടെ വെച്ച് അവളുടെ ചേച്ചിയായ ദുർഗയുടെ മരണത്തിന് കാരണക്കാരനായ പത്മനാഭനെ അവൾ തിരിച്ചറിയുകയാണ്. അപ്പം ഇവിടെ അമ്മയുടെ ചിതാഭസ്മമായിട്ട് വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ തന്നെ ഒരു പ്രധാന കാരണം, അല്ലെങ്കിൽ അമ്മയുടെ മരണത്തിന് വഴിതെളിച്ചൊരു പ്രധാന കാരണം ഇവളുടെ ചേച്ചിയായ ദുർഗ
ദുർഗയ്ക്കുണ്ടായിരുന്ന ജാരബന്ധമാണ്. ഒരു ദിവസം രാത്രി ദുർഗയുടെ മുറിയിൽ നിന്നും ഒരു നിഴൽ രൂപം ഇങ്ങനെ ഓടിപ്പോകുന്നത് കണ്ട് അമ്മയാണ് ദുർഗയെ ചോദ്യം ചെയ്യുന്നത്. ദുർഗയെ ചോദ്യം ചെയ്തിട്ട് ദുർഗയോട് ചോദിക്കുന്നു, നീ ആരാണോ, നിന്റെ മുറിയിൽ നിന്ന് ഓടിപ്പോയത് ആരാണ്, എനിക്കറിയണം എന്ന് പറഞ്ഞമ്മ ഇങ്ങനെ കരുതുള്ളി അവളുടെ മുടിക്കുത്തിനിങ്ങനെ പിടിമുറുക്കുമ്പോൾ ദുർഗ പെട്ടെന്ന് വളരെ ഈർഷ്യയോടെ പല്ലെറിമിക്കൊണ്ട് അമ്മയോട് ചോദിക്കുന്ന ചോദ്യം, പറയണോ, ഞാൻ പറയണോ, ആരാണെന്ന് ഞാൻ പറയണോ എന്ന് ചോദിച്ചിട്ട് എനിക്കറിയണം എന്ന് അമ്മ പറയുമ്പോഴേ അവൾ പറയുന്നത് അഷ്ടമത്തിലെ ചൊവ്വ എന്നാണ്. അങ്ങനെ അപർണ ഈ തറവാടിൻ്റെ നിലവറയിലേക്കുള്ളൊരു വാതിൽ കണ്ടുപിടിച്ച് കടലിലേക്ക് തുറക്കുന്നൊരു വാതിലാണ്. പഴയ നാടുവാഴി, പഴയ മാഴൂർ തണ്ടാൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒളിസങ്കരത്തിലേക്ക് പോകുന്നൊരു ഒരു ഒളിവാതിൽ അവൾ കണ്ടുപിടിക്കുകയാണ്. ആ ഒളിവാതിലൂടെ അവൾ സ്റ്റെപ്പ് ഇറങ്ങി കടലിലേക്ക് ഇങ്ങനെ പോകുന്നതായിട്ടാണ്. ഒരിക്കലും അവൾ കടലിൽ എത്തിച്ചേരില്ല. ആ ഒളിവാതിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവൾ വാതിൽ പുറകിൽ നിന്ന് തഴുതിട്ട് പിന്നെ ഒരിക്കലും ഒരാൾക്ക് പോലും അവളെ കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒളിവാതിലൂടെ, ആ ഒളി വഴിയിലൂടെ അപർണ ഇങ്ങനെ കടന്നു പോവുകയാണ്. അവിടെയാണ് നോവൽ അവസാനിക്കുന്നത്. ഇനിയൊരു ചെറിയ ഇടവേള. മലയാളത്തിൽ പ്രമുഖരായ കവികളും സാഹിത്യ നായകന്മാരും അക്ഷരലോകവുമായി സഹകരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇവിടെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ ശാന്തി എന്ന കവിത ഒരിക്കൽ കൂടി കാവ്യലോകത്തിൽ അവതരിപ്പിക്കുന്നു. കണ്ണീര് കടഞ്ഞ് അമൃതുണ്ടാക്കിയ കവിയുടെ ജീവിതഗാഥ കൂടിയാണ് ശാന്തി. അഗ്നിക്കോൺ പുര ചോർന്നും തെക്കിനിയട്ടം വീഴാറായും ചാവടി വീണും നിൽക്കെ നടുമുറ്റത്തെ പെരുമഴ തൊണ്ടട് മണലെട് താളക്കൈയിടും ഉണ്ണി മനസ്സിനു ശാന്തി. സേകം സ്വപ്നം കാണും നങ്ങേമയ്ക്കും സ്വപ്നങ്ങൾക്കു നിറം മങ്ങിയ താത്രിക്കുട്ടിക്കും തേതിക്കും ഒരേകാദശി നോൻപു മുടിക്കാൻ ഒരു പിടിയരി അക്ഷതം ഒരു തുള്ളി ഉപസ്തരണം ഒരൊറ്റത്തുട്ടിവ തികയാഞ്ഞ് ഒരു പുലിനഖമുള്ളത് വിറ്റുവെറുക്കിയ ശാന്തി. സർവാണിയിൽ എല്ലാം തീർന്ന് പടിഞ്ഞാറ്റച്ചായ്പിൽ വാദം കേറി കീറപ്പായിൽ അനങ്ങാതെ കിടന്ന് പട്ടം നോക്കും അച്ഛന് കർമ്മവിപാക പ്രായശ്ചിത്ത ശാന്തി. ദാരിദ്ര്യത്തിൻ നിറവാരത്തു നനഞ്ഞു കുളിച്ച് ഈറൻ തെറ്റിൻ കീറത്തുകിൽ ചിറ്റിയുണക്കി കാൽ കീഴിൽ ഉറുമ്പുപെടാതെ നടന്നും മണ്ണിനു നോവാതെ ഇരുന്നും സാളഗ്രാമത്തിങ്കൽ ഗ്രാമക്ഷേത്രം തൊഴുതും തിരുനെഞ്ചിലെ ഔപാസന കുണ്ടത്തിങ്കൽ സ്നേഹത്തിൽ നനഞ്ഞ സമിത്തുകൾ ഹോമിപ്പോരമ്മേ ശാന്തം പാപം പുണ്യാഹ ശാന്തി. പന്തിപ്പലക നിവർത്തി തലമുറകളെ മുറയോദിച്ച് ത്രിസന്ധകൾ വേദം ഘോഷിക്കേ അകലെ കണ്ട യുഗാന്തപ്പൊരുളിനിടിവാളിന് പൃഷ്ഠം കാട്ടിയ മാതാമഹർ അന്തിമുടിച്ചൊരു മുജ്ജന്മക്കടവിന് കുളിയാ ശുദ്ധ ശാന്തി. തലമുറയുടെ പണ്ടെങ്ങാണ്ടൊരു തലമുറയുടെ കർമ്മഫലങ്ങളെയാകെ കൊച്ചു തലച്ചുമടക്കിയ കുഞ്ഞുണ്ണിക്ക് ഒരു കീഴ്ശാന്തി പകരപ്പണി കൊണ്ട് ഇല്ലത്തൊരു നേരം കഷ്ടിശാന്തി. പുകയും കൊള്ളി നിരക്കി തിരുവാർപ്പു ചതുശതനേദ്യം തീർത്ത് ഒരു ശതകുംഭം കോരി ശിവേലിക്ക് ചരാചരമൊക്കെ താങ്ങും ദേവന്റെ തിടമ്പും താങ്ങി പടരുമൊരാവേഗത്തിൻ പ്രതികാരാഗ്നി ഒരൊറ്റത്തുട്ടിലൊതുക്കും കീഴ്ശാന്തിക്കിനി എല്ലാം എല്ലാം ശാന്തി. അമ്പലമാകെ പൊന്നാക്കും മേളങ്ങളിൽ 1000 വെള്ളിക്കാശു വിഴുങ്ങും കോയ്മകൾ തിരുമോന്താഴം വട്ടിവളച്ച് കഴുക്കോലാകെ വളച്ചു പിഴപ്പിക്കെ ചട്ടങ്ങട കാവൽക്കാരെ നിങ്ങൾക്കും ബ്രഹ്മസ്വം ശാന്തി. അങ്ങനെ പാതി തളർന്നു കിടക്കും അച്ഛനെയും അരികിൽ സുഗുപ്ത ദുഃഖത്തിന്റെ പുതപ്പും മൂടി ഒരന്തിക്കുളിർകാറ്റിൽ വിതുമ്മും നാരായ വിളക്കിന്നാളം പോൽ ചൈതന്യമുലഞ്ഞോരമ്മയെയും പിണ്ടുകരിഞ്ഞ മുഖങ്ങളിലാകെ
പുഞ്ചിരി കൊണ്ടു നിലാവു ചമയ്ക്കും പെങ്ങന്മാരെയും അന്തിയിരുട്ടിലുറങ്ങും തേവാരത്തെയുമൊക്കെ കണ്ടു സഹിച്ച് അളമുട്ടിയ പാമ്പായി ഒരു നാൾ ക്ലാവു പിടിച്ചു നരയ്ക്കും തിരുവാഭരണങ്ങളിലാകമയങ്ങിയ ദേവന്റെ തിടമ്പും കൊണ്ട് പലായനമാക്കിയ സുമുഹൂർത്ത ശാന്തി പിറകെ വിലങ്ങും കൊണ്ട് പരക്കമ്പായും നീതിച്ചട്ടക്കാവൽക്കാർക്കും ഈ ദുർഘടരാത്രിയിൽ ഇല്ലത്തോർക്ക് ഒരു കർമ്മഫലത്തിൻ മുദ്രയടിച്ചു കുളം കോരിയ ഭക്തർക്കും നാളെ വെളുക്കും നിർമാല്യപ്പുലരിക്കും പ്രണവം കൂട്ടി ശാന്തി ശാന്തി ശാന്തി. പുസ്തകലോകത്തിൽ മലയാളത്തിലെ പ്രമുഖ പ്രസാധകരുടെ 144 പുതിയ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു. പുസ്തകങ്ങൾ അയച്ചുതന്ന എല്ലാ പ്രമുഖ പ്രസാധകർക്കും നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. അക്ഷരലോകത്തിലേക്ക് അയച്ചു കിട്ടിയ 6 പുതിയ പുസ്തകങ്ങളാണ് ഇത്തവണ പരിചയപ്പെടുത്തുന്നത്. ഹരിശ്രീ കുറിച്ച അശോക കഥകൾ. ഹരിശ്രീ അശോകൻ. വിശപ്പിന്റെയും അലച്ചിലിന്റെയും പൊള്ളുന്ന കാലത്തിൽ നിന്നും സമൃദ്ധിയുടെ വിജയത്തിലേക്ക് നർമ്മത്തിലൂടെയുള്ള ഒരു നെട്ടോട്ടമായിരുന്നു ഹരിശ്രീ അശോകൻ സിനിമ. ഇതിനിടയിൽ സ്വന്തം പ്രതിഭയും അവസരങ്ങളും കൈകോർത്ത നിമിഷങ്ങളും ഏറെ. നാടകം, മിമിക്രി, സിനിമ ഇവയുടെ രുചിഭേദങ്ങളിൽ ജന്മസിദ്ധമായ കഴിവുകൊണ്ട് ഹരിശ്രീ കുറിച്ച അശോകന്റെ ജീവിതാനുഭവങ്ങളാണ് ഈ പുസ്തകം. ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് പ്രഭു വാര്യറാണ്. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഒലിവ് പബ്ലിക്കേഷൻസ്, കോഴിക്കോട്. മരീചിക. ബെന്യാമിൻ. ആടുജീവിതം എന്ന നോവലിലൂടെ ശ്രദ്ധേയനായ ബെന്യാമിന്റെ 2 പ്രണയ നോവലുകളാണ് മരീചിക. മരീചികയിലെ കവ്ള എന്ന അറബി പെൺകുട്ടി വായനക്കാരുടെ മനസ്സുകളിൽ പ്രണയത്തിന്റെ 100 പൂക്കൾ വിരിയിക്കുന്നു. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഹരിതം ബുക്സ്, കോഴിക്കോട്. തേര് തെളിച്ച പണ്ഡിതന്മാർ. അബ്ദുൽ ഗഫൂർ ഖാസിമി. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും മറ്റെന്തിനേക്കാളും വില കൽപ്പിച്ച ഒരു കൂട്ടം പണ്ഡിതവരണ്യരുടെ ഉദ്വേഗജനകമായ ജീവിത അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിൽ. സത്യം കൈവിടാത്തവർ, മർദ്ദിത മഹാരഥന്മാർ, രക്തസാക്ഷികൾ, കാരാഗൃഹവാസികൾ, ദേശപരിത്യാഗികൾ, ധീരരായ മുഫ്തികൾ, ഉദ്യോഗം വേണ്ടാത്തവർ, പാരിതോഷികം നിരാകരിച്ചവർ എന്നീ അധ്യായങ്ങളിലൂടെ അവ പ്രകാശിതമാക്കുന്നു. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സുന്നി പബ്ലിക്കേഷൻസ്, ചെമ്മാട്. വയലോർമ്മ. സുരേന്ദ്രൻ കാടങ്ങോടിന്റെ കവിതകളുടെ സമാഹാരമാണ് ഇത്. പാരിസ്ഥിതിക കവിതയുടെ ഒരു പുതിയ മുഖം ഇത് അനാവരണം ചെയ്യുന്നു. പ്രകൃതി പൂജയിൽ മനം മയങ്ങി സ്വയം മറക്കുന്ന കവിതകളല്ല വയലോർമ്മ. പ്രകൃതിക്ക് വേണ്ടി പ്രകൃതി എന്ന് ധ്വനിപ്പിക്കുന്ന വാചാലമല്ലാത്തതും മൂർച്ചയുള്ളതുമായ പാരിസ്ഥിതിക ദർശനം ഈ സമാഹാരത്തെ പാരിസ്ഥിതിക കവിതയുടെ പുതിയ മുഖമാക്കുന്നു. അംബികാസുധ മാങ്ങാടിന്റെ അവതാരികയോടെയും സോമൻ കടലൂരിന്റെ ചിത്രങ്ങളോടെയും ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇൻസൈറ്റ് പബ്ലിക്ക, കോഴിക്കോട്. കാലിച്ചാമ്പൊതിയിലേക്ക് ഒരു ഹാഫ് ടിക്കറ്റ്. പി വി ഷാജികുമാർ. ശ്രദ്ധേയനായ യുവ കഥാകൃത്ത് പി വി ഷാജികുമാറിന്റെ കഥകൾ പോലെ മനോഹരങ്ങളായ കുറിപ്പുകൾ, ഗ്രാമീണരുടെ നിഷ്കളങ്കതയും സ്നേഹവും ഉന്മാദവും ഭീതിയും തെളിഞ്ഞു വരുന്ന എഴുത്തിന്റെ ഭൂപടങ്ങൾ, മഴ നനയുന്ന കുട്ടിയായി നാട്ടിലേക്ക് മടങ്ങാൻ കൊതിക്കുന്ന നഗരവാസിയുടെ ഓർമ്മ പുസ്തകം, നാട്ടുജീവിതത്തിന്റെ വീര്യം കത്തുന്ന ജീവിതങ്ങൾ, മാന്ത്രികമായ ആഖ്യാനം. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പൂർണ്ണ പബ്ലിക്കേഷൻസ്, കോഴിക്കോട്. ആർദ്രം. സഫേർ സിയ. പ്രണയ കവിതകളുടെയും ജീവന്റെ തുടിപ്പിന്റെയും ആർദ്രതയിൽ അലിയിക്കുന്ന കവിതകളുടെ സമാഹാരമാണ് ഈ കൃതി. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സാമ്രാട്ട് പബ്ലിക്കേഷൻസ്, തൃശ്ശൂർ, പേരൂർ. ഇനിയൊരു ചെറിയ ഇടവേള. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 104 വായനക്കാർ ഇതുവരെ എൻ്റെ വായനയിൽ അവരുടെ വായന അനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ടായി. തീർച്ചയായിട്ടും വായന മരിക്കുന്നില്ല എന്നുള്ളൊരു സന്തോഷ സത്യമാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. ഇവിടെ എൻ്റെ വായനയിലെ ശ്രദ്ധേയമായ 2 വായനാനുഭവങ്ങളാണ് ഇനി. എൻ്റെ പേര് ഹരിത എം എന്നാണ്. ഞാനിപ്പോൾ ഗുരുവായൂരപ്പൻ സാമൂഹ്യ ഗുരുവായൂരപ്പൻ കോളേജിൽ ഫസ്റ്റ് BA ഇംഗ്ലീഷ് പഠിക്കുകയാണ്. 2012 രാജലക്ഷ്മി പുരസ്കാരം എനിക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതേ ഞാൻ എഴുതിയ +2 പഠിക്കുമ്പോൾ എഴുതിയ ശിരോവസ്ത്രത്തിനുള്ളിലെ ആത്മാവ് എന്ന കഥയ്ക്കാണ് അത് കിട്ടിയത്. 6ൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ വായന സ്റ്റാർട്ട് ചെയ്യുന്നത് മാലി കഥകളിലൂടെയാണ്. മാലി മഹാഭാരതം, മാലി രാമായണം, മാലി ഭാഗവതം, ആ കഥകളിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ തുടങ്ങിയത് ടോട്ടോചാൻ, തെസുസ്കോ കുറിയാനിയുടെ ടോട്ടോചാൻ, പിന്നെ മാർക്ക് ട്വൈൻ്റെ ടോം സോയർ, ഹക്കിൾബറി ഫിൻ, നന്ദനാരുടെ ഉണ്ണിക്കുട്ടൻ്റെ ലോകം, അങ്ങനെ പറഞ്ഞ് വളരെ ആ കൃതികളിലൂടെ പോയി. പിന്നെ ഏതാണ്ട് ഒരു 10th എത്തിയപ്പോൾ ഗൗരവപ്പെട്ട വായന, MTയുടെ 4 കെട്ട്,
രണ്ടാമൂഴം, ബഷീർ, ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം, തകഴിയുടെ എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ, സേതുവിൻ്റെ പാണ്ഡവപുരം, അങ്ങനെ പോയി വായന. ഇപ്പോൾ ഏതാണ്ട് ഞാൻ നിൽക്കുന്നത്, ഇപ്പോൾ ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആയത് കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് ചേതൻ ഭഗത്, അനിത ദേശായി അവരുടെ ആ ഒരു ഇതിലാണ്. ചേതൻ ഭഗത്തിൻ്റെ 5.7 ഈ അടുത്ത് വായിച്ചു കഴിഞ്ഞു. മിസ്സുമാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും ചേതൻ ഭഗത്തിൻ്റെ വായിക്കണം, അനിത ദേശായിയുടെ വായിക്കണം. ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച് എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒരു പുസ്തകം എന്ന് പറയുന്നത് ബെന്യാമിൻ്റെ മഞ്ഞവേൽ മരണങ്ങൾ എന്നാണ്, ഒരു നോവലാണ്. അത് വളരെ നല്ല നോവലായി തോന്നി. അദ്ദേഹം നല്ലൊരു എഫേർട്ടാണ് എടുത്തിരിക്കുന്നത് തോന്നി. ആടുജീവിതം ഓൾറെഡി വായിച്ചു കഴിഞ്ഞാണ്. പിന്നെ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് വാർ ആൻഡ് പീസ് ആണ്, ടോൾസ്റ്റോയുടെ. അത് ഇംഗ്ലീഷിലാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിലേക്ക് കുറച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇംഗ്ലീഷിൽ വായിക്കണം എന്നുള്ളൊരു എഫേർട്ട് എടുത്ത് വായിക്കുകയാണ്. ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആണല്ലോ, അതുകൊണ്ട്. പിന്നെ ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയുകയാണെങ്കിൽ അത് തന്നെ ഇപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. അത് ദസ്തോവ്സ്കിയുടെ ബ്രദേഴ്സ് ഓഫ് കാരമസോവ് ആണ്. കാരണം ഇത്രയധികം ഒരു മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു പുസ്തകം, എല്ലാ മനുഷ്യൻ്റെ വേരുകളെയും അത് നാം തൊടും, നമ്മുടെ എന്തിനേയും അത് അത്രയധികമായി അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് അത്. എന്താ വെച്ചാൽ ഫയദോർ പാവ്ലോവിച്ചിൻ്റെ 3 മക്കൾ, നിത്യ, ഇവാൻ, അലക്സി, അങ്ങനെ പറഞ്ഞ 3 മക്കളിലൂടെ ഒരാളുടെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ സൈക്കോളജിക്കലായി ഒരാളുടെ മനസ്സിനെ അത്ര ആഴത്തിൽ ആ നോവൽ എങ്ങനെ വിലയിരുത്തുന്നു എന്നാണ് ഏറ്റവും രസകരമായി തോന്നിയത്. അതിൽ ഫയദോർ പാവ്ലോവിച്ച് എന്ന് പറഞ്ഞാൽ വളരെ വിചിത്ര സ്വഭാവക്കാരനായ ഒരു അച്ഛൻ്റെ 3 മക്കളാണ്. അതിൽ മിത്യ എന്ന് പറയുന്നത് വളരെ ദേഷ്യക്കാരനായ, വളരെ കർക്കശക്കാരനായ ഒരു വ്യക്തിയാണ്. അതിലെ ഐവൻ എന്ന് പറയുന്നത് ഒരു കുറുക്കൻ്റെ സ്വഭാവമാണ്. വളരെയധികം എന്താ പറയുക, ബുദ്ധി നിറഞ്ഞതും, നാരോ മൈൻഡഡ് എന്ന് പറഞ്ഞുകൂടാ, വളരെയധികം ബുദ്ധി നിറഞ്ഞ ഒരു കുറുക്കനാണ് അയാൾ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അലക്സി എന്ന് പറഞ്ഞ ഒരു ദേവദൂതനാണ്. അത്രയധികം മനസ്സിൽ അത്രയും നന്മയും പ്യുവറാണ്, അയാളുടെ സോള് പോലും പ്യുവറാണ് എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലാണ് ആ കഥ, ആ നോവൽ പോകുന്നത്. ആ ഒരു 3 വ്യക്തിയിലൂടെ ഈ സമൂഹം മൊത്തമായിട്ട്, ആ സമൂഹം ആ നോവലിൽ വരികയാണ്. അതിൻ്റെ കൂടെ ആ മനുഷ്യന്മാരും സമൂഹത്തിൽ ഇന്ന് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ഉള്ളിലേക്ക് നോക്കുകയാണ്. ഇതുവരെ ആരും നോക്കാത്ത രീതിയിൽ, ഇതുവരെ ഒരാളും നോക്കാത്ത രീതിയിൽ ആ നോവൽ നമ്മളെ എല്ലാവരെയും നോക്കുന്നുണ്ട്. ഞാൻ കവിത, കോഴിക്കോട് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിൽ 5th സെമസ്റ്റർ സോഷ്യോളജി മലയാളം വിദ്യാർത്ഥിനിയാണ്. മലയാള സാഹിത്യത്തിൽ അതുല്യമായ മേധാശക്തി കൊണ്ടും മൗലികമായ രചനകൾ കൊണ്ടും ശ്രദ്ധേയനായ എഴുത്തുകാരനായ ഒ വി വിജയന്റെ 2 കഥകളെ മുൻനിർത്തി ശൈലി വിജ്ഞാനീയം എന്ന സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ ശ്രമിക്കുകയാണ്. മലയാളത്തിൽ ഭാഷയെ ഒരു മഹോത്സവമായി അവതരിപ്പിച്ച എഴുത്തുകാരനാണ് ഒ വി വിജയൻ. പുരാണ ഇതിഹാസങ്ങളും കാൽപ്പനിക കഥകളും നിഗൂഢമായ നർമ്മവും രതിയും അതുല്യമായ ഇന്ത്യൻ മാജിക്കൽ റിയലിസത്തിന്റെയും എല്ലാം സമഞ്ജസമായ സമ്മേളനമാണ് അദ്ദേഹത്തിന്റെ രചനകൾ. കടൽ തീരത്തിനെ ക്രൈ ദ ബിലവ്ഡ് കൺട്രി എന്ന ഇംഗ്ലീഷ് കഥയുമായി താരതമ്യം ചെയ്തുകൊണ്ട് ആശാ മേനോനെ പോലെയുള്ള നിരൂപകർ വിലയിരുത്തുന്നുണ്ട്. കടൽ തീരത്ത് എന്ന കഥയെ സാമാന്യമായി പരിചയപ്പെടുത്തുകയാണെങ്കിൽ അത് തൂക്കുകയറിൽ ഏറാൻ പോകുന്ന മകനെ കാണാൻ ജയിലിലേക്ക് തിരിക്കുന്ന വെള്ളായിയപ്പൻ എന്ന അച്ഛന്റെ സഹനാതീതമായ ശോകത്തിന്റെ കഥയാണ്. ആശാ മേനോനെ പോലും KP അപ്പനെ പോലെയുമുള്ള നിരൂപകർ ഒരു തർപ്പണത്തിന്റെ കഥ എന്ന് കടൽ തീരത്തിനെ വിലയിരുത്തുന്നുണ്ട്. അരിമ്പാറകൾ എന്ന കഥ രാഷ്ട്രീയ ആക്ഷേപഹാസ്യത്തിന് തന്നെ ഉദാഹരണമാണ്. മനുഷ്യനിൽ ഉള്ള കാമം, ക്രോധം പോലെയുള്ള അധമ വികാരങ്ങളെയും അതുപോലെ തന്നെ ഒരു സമൂഹത്തിലെ മോശം ചിന്തകളെയും ഒരു സമൂഹത്തിന്റെ മേൽ ഒരു ക്യാൻസർ പോലെ പിടിച്ചുകൂടപ്പെട്ടുള്ള അധമ സത്തകളെയും രാഷ്ട്രീയ സത്തയും എല്ലാം വിലയിരുത്താനാണ് അരിമ്പാറ എന്ന രൂപകത്തിനെ വിജയൻ ഈ കഥയിൽ ഉപയോഗിക്കുന്നത്. അരിമ്പാറകൾ വിജയൻ ഉപയോഗിക്കുന്ന പോലെയുള്ള തീക്ഷ്ണമായ ഭാഷയോ തീവ്രമായ വികാരങ്ങളുടെ സന്നിവേശമോ അല്ലെങ്കിൽ തീക്ഷ്ണമായ കാരിക്കേച്ചറുകളോ ഒന്നും കടൽ തീരത്ത് എന്ന കഥയിലില്ല. ഒ വി വിജയന്റെ തന്നെ മറ്റൊരു വാക്കിന് പാഠഭേദം പറയുകയാണെങ്കിൽ അവരോഹണങ്ങളില്ലാതെ ആരോഹണങ്ങൾ മാത്രമായി മലയാണ്മയ്ക്ക് മേൽ ഉദാത്തമായി സമാധി കൊള്ളുകയാണ് വിജയന്റെ സാഹിത്യലോകം. കാവ്യലോകത്തിൽ കവിതകൾ അവതരിപ്പിക്കുവാൻ സ്വന്തം കവിതയും ഫോട്ടോയും ബയോഡേറ്റയും അയക്കുക. പുസ്തകലോകത്ത് പരിചയപ്പെടുത്തുവാൻ പുതിയ പുസ്തകങ്ങളുടെ 2 പ്രതികൾ അയക്കുക. അയക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ, അക്ഷരലോകം, ദർശന TV, ദർശന കോംപ്ലക്സ്, ഓർക്കിഡ് ഗാർഡൻ, എരഞ്ഞിപ്പാലം PO 6730006. ഇമെയിൽ aksharalogam@gmail.com. ഇന്നത്തെ അക്ഷരലോകം ഇവിടെ പൂർണ്ണമാകുന്നു. അക്ഷരലോകം വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയത്ത് സഹൃദയരായ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കാരം.